ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ള ഇൻഡോർ വാട്ടർ പ്ലാന്റ്സിനെ പറ്റിയിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് കുറച്ച് ഇൻഡോർ വാട്ടർ പ്ലാന്റ്സ് ആണ് ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു സെക്ഷനാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് കറ്റാർ വാഴ, എല്ലാവർക്കും അറിയാം. അപ്പോൾ അലോവേറ എന്ന് പറയും. അപ്പോൾ ഇത് ഞാൻ വെച്ചിട്ടുള്ളത് പ്ലാസ്റ്റിക് കുപ്പിയിലായിരുന്നു. ഒരു സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ പ്ലാസ്റ്റിക് കുപ്പി ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൽ വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേൽഭാഗം, അതായത് നെക്കിൻ്റെ ഭാഗം ഞാൻ തല കീഴായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, അതിൻ്റെ വേര് മാത്രം വെള്ളത്തിൽ തട്ടത്തക്ക രീതിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് അഴുകി പോകത്തില്ല. മറ്റത് ഒരുപാട് വെള്ളം നിറച്ച് വെച്ചാൽ പെട്ടെന്ന് അഴുകി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് വേര് മാത്രം വെള്ളത്തിൽ തട്ടി നിൽക്കത്തക്ക രീതിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഈ ചെടിയിലുള്ള നടുക്കത്തെ ഇല, കറ്റാർവാഴയുടെ നടുക്കത്തെ തണ്ടോ ഇലയോ എന്താ പറയുക അതിന്, ആ ഒരു സംഭവം അത് ഞാൻ വെള്ളത്തിൽ വെച്ചതിന് ശേഷം വളർന്നു വന്നതാണ് കേട്ടോ. ഇത് ഞാൻ വെച്ചിട്ട് 2 മാസത്തിൽ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊക്കെ വളരുന്നത്, നല്ല ഹെൽത്തി ആയിട്ടൊക്കെ തന്നെയാണ് വളരുന്നത്. നല്ല ഗ്രോത്ത് ഉണ്ട്, നല്ല വേരൊക്കെ നന്നായിട്ട് തന്നെയാണ് വളരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വെള്ളം ഒരുപാട് നിറച്ച് വെക്കരുത്. കുറച്ച് മാത്രം, അതായത് വേര് തട്ടത്തക്ക രീതിയിൽ മാത്രം വെള്ളം വെക്കുക. അടുത്തൊരു ചെടി എന്ന് പറയുന്നത് പിന്നെ ഞവര ഇല എന്ന് പറയും, പനിക്കൂർക്ക ഇല എന്നൊക്കെ പറയും ചിലർ. അതായത് ഇതിന് നമ്മൾ ജലദോഷം പനിയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഇല പറിച്ചിട്ട് ആവി പിടിക്കാറുണ്ട്. അതുപോലെ തന്നെ ചായയൊക്കെ, മരുന്ന് ചായ ഉണ്ടല്ലോ, അതിലൊക്കെ ഇട്ട് കുടിക്കാറുണ്ട്. അപ്പോൾ ഇതും അതുപോലെ തന്നെ 2 മാസത്തെ കൂടുതലായി ഇതിനെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് തന്നെ വളരുന്നത്, നല്ല ഹെൽത്തി ആയിട്ടൊക്കെ തന്നെ വളരുന്നത്, നല്ലോണം ഗ്രോത്ത് ഉണ്ട്. അപ്പം ഞാൻ ഇതിൽ വെള്ളത്തിൽ വെക്കുന്ന സമയത്ത് ഒട്ടും വേരില്ലായിരുന്നു, റൂട്ട്സൊന്നും ഇല്ലായിരുന്നു. വെള്ളത്തിൽ വെച്ചതിന് ശേഷം ഇപ്പം നന്നായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ നല്ല നീളം വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഞാൻ വെക്കുന്ന സമയത്ത് ചെറുതായിരുന്നു, വെള്ളത്തിൽ വെച്ചതിന് ശേഷം കുറച്ച് നീളം വെച്ചിട്ടുണ്ട്. പിന്നെ പുതിയ ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഞവര ഇല വെച്ചിട്ടുള്ളത് ഒരു ഗ്ലാസിൻ്റെ കുപ്പിയിലാട്ടോ. അടുത്ത ഒരു ചെടി എന്ന് പറയുന്നത് ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ്. ക്രോട്ടൺ പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിരിക്കും കൂടുതലും ക്രോട്ടൺ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അതായത് പൂക്കളുണ്ടാവില്ല, പകരം ഇലയിലായിരിക്കും അതിൻ്റെ ഭംഗി മുഴുവനും വരുന്നത്. അതായത് സാധാരണ പച്ച ഇലയൊക്കെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അതേസമയം ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പല നിറത്തിൽ, അതായത് പ്രത്യേകിച്ച് ചുവപ്പ് മഞ്ഞ നിറത്തിലുള്ള ഇലകളായിരിക്കും ഉണ്ടാവാറ്. പിന്നെ എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇലയിലായിരിക്കും. ഇലയിൽ ഇഷ്ടം പോലെ വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ഡിസൈനിങ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫാൻസി പ്ലാന്റ്സ് ഒക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് ഈ കോട്ടൺ പ്ലാന്റ്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഫാമിലിയിലുള്ള ഒരു പ്ലാന്റാണ് ഇതും ഞാൻ 2 മാസത്തിൽ കൂടുതലായി വെച്ചിട്ട് ഗ്ലാസിൻ്റെ കുപ്പിയിലാണ് പകുതിയെ വെള്ളം വെച്ചിട്ടുള്ളൂ. നന്നായിട്ട് വളരുന്നുണ്ട്, നല്ല ഗ്രോത്ത് ഉണ്ട്, നല്ല റൂട്ട്സൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത്, അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് ഈ കോട്ടൺ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലയിൽ വരുന്ന വേരിയേഷൻസ്, അത് എത്രത്തോളം സൺലൈറ്റ് അടിക്കുമോ അത്രത്തോളം വേരിയേഷൻസ് ആയിരിക്കും ഉണ്ടാവാറ്. അപ്പോൾ നമ്മളിത് ഇൻഡോറായിട്ട് വെക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല സൺലൈറ്റുള്ള സ്ഥലത്ത് തന്നെ വെക്കാൻ നോക്കുക. നന്നായിട്ടൊക്കെ തന്നെ വളരും, കുറച്ച് പിന്നെ സൺലൈറ്റുള്ള സ്ഥലത്ത് തന്നെ വെക്കുക. അടുത്തതെന്ന് പറയുന്നത് 4 മണി ചെടിയാണ്. ഇതും ഞാനൊരു സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ കുപ്പിയിലാണ് വെച്ചിട്ടുള്ളത്. നേരത്തെ കറ്റാർവാഴ ചെയ്ത പോലെ തന്നെ നെക്കിൻ്റെ ഭാഗം തല കീഴിയായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ വെക്കുന്ന സമയത്ത് ഇതിലൊരു പൂവുണ്ടായിരുന്നു കേട്ടോ, അത് കൊഴിഞ്ഞു പോയി. വേറെ പൂവൊന്നും വന്നിട്ടില്ല, പക്ഷേ പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് ഹൈറ്റ് വെച്ചിട്ടുണ്ട്, പിന്നെ വേരൊക്കെ നന്നായിട്ട് വളരുന്നുണ്ട്.
പക്ഷെ പൂവ് ഇതുവരെയായിട്ടും വളരുന്നില്ല. ഞാൻ ആ പൂവിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഞാനെടുത്ത് വെച്ചത്, പക്ഷേ ഇതുവരെ പൂവ് വന്നിട്ടില്ല. പക്ഷെ ചെടിയൊക്കെ നന്നായിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ തന്നെ വളരുന്നത്, നല്ലോണം വേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു ചെടിക്ക് ഒരു 3-4 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും വെള്ളം വേണ്ടി വരുന്നുണ്ട് കേട്ടോ, മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയാണ് കുറച്ച് ഇൻഡോർ വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ഉണ്ട്, ബാക്കി ഞാൻ കാണിക്കാം. അപ്പോൾ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇത് കൂടുതലും ഓഫീസ് പ്ലാന്റ്സ് ആണ്, ഫാൻസി പ്ലാന്റ്സ്. അപ്പോൾ ഇത് ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് ഞാൻ വെച്ചിട്ട് 1 മാസത്തോളം ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിലെ റൂട്ട്സൊക്കെ വന്നിട്ടുള്ളൂ. ഇത് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് വെച്ചിട്ടുള്ളത്. പാലിൻ്റെ കുപ്പി ഉണ്ടല്ലോ, അപ്പോൾ അതിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ വെക്കുന്ന സമയത്ത് റൂട്ട്സ് ഒട്ടും ഇല്ലായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. ലീഫൊക്കെ നന്നായിട്ട് തന്നെയാണ് ഉള്ളത്, നല്ല ഹെൽത്തി ആയിട്ടൊക്കെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ചെടി പൊതുവേ ഇതിലുള്ള ഇലയൊക്കെ പൊഴിയുന്നത് കുറച്ച് ലേറ്റായിട്ടാണ്, അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരുന്നുണ്ട്. അടുത്തത് വേറൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൽ മേളിൽ കാണുന്ന ഗ്രീൻ ലീവ്സ് ഉണ്ടല്ലോ, ഇതൊക്കെ ഞാൻ വെള്ളത്തിൽ വെച്ചതിന് ശേഷം വളർന്നതാണ് കേട്ടോ. ഇത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരുന്നത്. അപ്പോൾ ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ റൂട്ട്സൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുമുണ്ട്, വെള്ളം ഒഴിക്കേണ്ട സമയമായി. ഇതും 1.5 മാസത്തെ കൂടുതലായിട്ടുണ്ട് ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇതൊരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ്, ഇതൊരു സർബത്തിൻ്റെ കുപ്പിയായിരുന്നു കേട്ടോ. അപ്പം അത് നന്നായിട്ട് ഹെൽത്തായിട്ട് വളരുന്നുണ്ട്. ഇതും അടുത്ത വേറൊരു ഓഫീസ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് മോളുടെ ബോട്ടിലാട്ടോ, വാട്ടർ ബോട്ടിൽ. അത് കേടായപ്പോൾ അതിൽ വെച്ചതാണ്. അപ്പോൾ ഇതിൽ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരുന്നത്, നല്ല റൂട്ട്സൊക്കെ വളരുന്നുണ്ട്. കുറച്ചൊക്കെ ഇലയൊക്കെ കൊഴിഞ്ഞ് പോകുന്നുണ്ട്, അത് ഇളക്കി കളയാം കേട്ടോ. വാടി പോകുന്ന ഇലയൊക്കെ ഇളക്കി കളയാം, കുഴപ്പമില്ലാണ്ട് തന്നെ വളരുന്നുണ്ട്. അപ്പോൾ ഈ ചെടികളുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ക്രോട്ടൺ പ്ലാന്റ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് എത്രത്തോളം അടിക്കുന്നുണ്ടോ അത്രത്തോളം ആയിരിക്കും അതിൻ്റെ വേരിയേഷൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നല്ല ലൈറ്റ് ഉള്ളിടത്തൊക്കെ തന്നെ ഇത് വെക്കുക. ആദ്യം കാണിച്ച പ്ലാന്റ് എന്ന് പറയുന്നത് ഗ്രീൻ പ്ലാന്റ് ഉണ്ടല്ലോ, അത് ലോ ലൈറ്റ് പ്ലാന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അധികം വെളിച്ചമില്ലെങ്കിലും കുഴപ്പമില്ല. ബാക്കി 2 അത് നന്നായിട്ട് സൺലൈറ്റ് ഉണ്ടെങ്കിലേ വളരുള്ളൂ. ഓക്കെ, ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് മണി പ്ലാന്റ്. പൊതുവേ എല്ലാവരും ഇൻഡോറായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റാണ് ഈ ഇൻഡോർ പ്ലാന്റ്, മണി പ്ലാന്റ്. അപ്പോൾ ഇതും ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. ഇതിൽ ഞാൻ കുറച്ച് കല്ലും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുഴപ്പമില്ലാണ്ട് ഇതിന് വളരുന്നുണ്ട്. പിന്നെ മണി പ്ലാന്റിൽ പിന്നെ ഇതിൽ കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. 1 മാസമല്ല, കുറച്ച് 1 മാസത്തിൻ്റെ പാതിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം ഒഴിക്കേണ്ടി വരും. പിന്നെ ഇതും കുഴപ്പമില്ലാണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരെ നല്ല റൂട്ട്സൊക്കെ വളരുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ കറ്റാർവാഴ. പിന്നെ ഇത് ഞാൻ കുറേ മുമ്പ് വെച്ചതാട്ടോ, ഒരു 3 മാസത്തെ കൂടുതലാവും. അപ്പോൾ ഇതിൽ നടുക്ക് കാണുന്ന 2 ലീവ്സും വെള്ളത്തിൽ വെച്ചതിന് ശേഷം വളർന്നത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരുന്നുണ്ട്. പക്ഷേ അത്രയ്ക്ക് വീതിക്ക് വളരുന്നില്ല, നീളം വെച്ച് പോകുന്നുണ്ട്, വീതിക്കൊന്നും വളരുന്നില്ല. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ഹെൽത്തി ആയിട്ട് തന്നെ വളരുന്നുണ്ട്. അതിൽ ഞാൻ കല്ലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു കലേഡിയം പ്ലാന്റ് ആണ്, ഒരു ക്ലൈംബറാണിത്. അപ്പോൾ ഇതും കറക്റ്റ് പേര് എനിക്കറിയില്ല, ഇത് കലേഡിയൻ ഫാമിലിയിൽ വരുന്നതാണ്. അപ്പോൾ ഇതിലും ഞാൻ കല്ലിട്ട് വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ പോകുന്നു. ഈ ചെടിയിൽ കുറേ വളരുമ്പോഴത്തേക്കും റെഡ് കളർ ആവേണ്ടതാണ്. വെള്ളത്തിൽ വെക്കുമ്പോൾ ആവുമോ അറിയില്ല, നമുക്ക് നോക്കാം. ഇതും ഒരു മാസം ആവുന്നതേ ഉള്ളൂ ഈ ഒരു ചെടി വയ്ക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിലും അത്യാവശ്യം വെള്ളം വേണം കേട്ടോ. ഇത് മണി പ്ലാന്റ് നേരത്തെ കാണിച്ചു തന്നെ ആദ്യമായിട്ട് ഞാൻ വെക്കുന്ന ചെടി ഇതാണ്. അപ്പോൾ ഇതിന് കുറച്ച് പഴക്കമുണ്ട്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഗ്രോത്ത് ഉണ്ട്, നല്ല റൂട്ട്സൊക്കെ വന്നിട്ടുണ്ട്.
ഒരുപാട് ചെറിയ ചെറിയ തൈയൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, കണ്ടോ? അതിൻ്റെ അകത്ത് തന്നെ ചെറിയ ചെറിയ തൈ വന്നിട്ടുണ്ട്. ഒരുപാട് ചെറിയ തൈ വന്നത് അത് ഞാൻ മാറ്റി നടുക ചെയ്തത്. അങ്ങനെ ഒരുപാട് നാളായിട്ടുള്ള ഒരു ചെടിയാണിത്, മണി പ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവസാനമായിട്ടുള്ളത് ഇതൊരു പിന്നെ കിഴങ്ങ് വർഗ്ഗത്തിലൊക്കെ പെടുന്ന ആ ഒരു ചെടിയാണ്. കറക്റ്റ് അതിൻ്റെ പേര് എനിക്കറിയില്ല. ഒരു ഓറഞ്ച് ഫ്ലവർ വരും. അപ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ച ഇതൊരു ഗ്ലാസിൻ്റെ കുപ്പി, ഇതും സർബത്തിൻ്റെ കുപ്പി കേട്ടോ. അപ്പോൾ ഇതിൽ റൂട്ട്സിൻ്റെ അവിടെ ഒരു കിഴങ്ങ് വരേണ്ടതാണ്, പക്ഷേ വെള്ളത്തിൽ ആയതുകൊണ്ടായിരിക്കാം കിഴങ്ങൊന്നും വന്നിട്ടില്ല. അപ്പോൾ എനിക്കൊരു ഡൗട്ടായിരുന്നു വെള്ളത്തിൽ വെച്ചാൽ വളരുമോ എന്നുള്ളത്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഇല ഉണ്ടല്ലോ, ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഇല, അത് ഞാൻ വെള്ളത്തിൽ വെച്ചതിന് ശേഷം പൊടിച്ച് വന്നതാണ്. ഗ്ലാസിൻ്റെ അകത്തൂടെ പുറത്ത് വന്നതാണ് ഈ ഒരു ഇല എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് റൂട്ട്സിൻ്റെ ഭാഗത്ത് കിഴങ്ങ് വരുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ കുഴപ്പമില്ലാണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരുന്നത്, നല്ല റൂട്ട്സൊക്കെ വളരുന്നത്. അപ്പോൾ ഇതിൽ വെള്ളം കുറച്ചധികം വേണ്ടി വരും കേട്ടോ. ഒരാഴ്ച കൂടുമ്പോഴൊക്കെ ചിലപ്പോൾ വെള്ളം ഒഴിക്കേണ്ടി വരും. പിന്നെ എന്താ, വലിയ കുഴപ്പമില്ലാണ്ട് നല്ല വളരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇതുവരെയായിട്ടും ആ ഒരു ഓറഞ്ച് ഫ്ലവർ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ആ ഒരു ഭംഗി കണ്ടിട്ടാണ് ഞാൻ വെച്ചത്, പക്ഷേ ഇതുവരെ ഫ്ലവർ വന്നിട്ടില്ല. ഇലയൊക്കെ നന്നായിട്ട് വളരുന്നുണ്ട്, കണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ കാണിച്ചത് തന്നെയാണ്, ആ ഒരു പ്ലാന്റ് കണ്ടോ, സെയിം അത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇത് കുറേ നാൾക്ക് മുമ്പ് വെച്ചാൽ കേട്ടോ, ഒരു 3 മാസത്തിൽ കൂടുതലാവും, 3 മാസം ആവും. അല്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ റൂട്ട്സ് നന്നായിട്ട് വളരുന്നുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ, ഒരു ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ കണ്ടെയ്നറാണ്. അപ്പോൾ ഇതും കുഴപ്പമില്ലാണ്ട് വലിയ ഹെൽത്തി ആയിട്ടൊക്കെ തന്നെ വളരുന്നത്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇൻഡോർ വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ എനിക്കങ്ങനെ ഇങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് തുടങ്ങിയ പരിപാടി കേട്ടോ. അപ്പോൾ വെറുതെ ഒന്ന് തുടങ്ങിയത്, അപ്പം വീടിനൊരു ഭംഗിയായി, ഒരു ശീലമായി അങ്ങനെ. അപ്പോൾ ഇനി കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ കിടക്കുന്ന സ്ഥലത്ത്, അതായത് ബെഡ്റൂമിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ പ്ലാന്റ്സ് ഒരിക്കലും വെക്കരുത്. അതായത് സൺസെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബെഡ്റൂമിൽ വെക്കുന്ന സന്ദർഭത്തിൽ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ബെഡ്റൂമിൽ വെക്കുന്ന സന്ദർഭത്തിൽ രാത്രി ആകുമ്പോഴത്തേക്കും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാവും. അപ്പോൾ നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് വരാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ബെഡ്റൂമിൽ വെക്കരുത്. പകരം ലിവിങ് റൂമിലോ അങ്ങനെയൊക്കെ നമ്മൾ കിടക്കാത്ത സ്ഥലത്ത് വെക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വെള്ളം എപ്പോഴും ഒന്നും മാറ്റി കൊടുക്കേണ്ട കാര്യമില്ല. അതിൽ നോക്കുക, അതിൽ കണ്ടൻറ്റ് എത്ര ഉണ്ടെന്നുള്ളത് നോക്കുക, ക്വാണ്ടിറ്റി എത്ര ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ 1 മാസത്തിൽ കൂടുതലൊക്കെ കൂടുമ്പോഴൊക്കെ മാറ്റി കൊടുത്താൽ മതി. പിന്നെ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ആ വെള്ളത്തിൽ കൊതുകിൻ്റെ മുട്ട എന്തെങ്കിലും വളരുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ വെള്ളം മാറ്റി വേറെ പുതിയ വെള്ളം വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ. താങ്ക് യു. Bye, thank you.